എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പങ്കജാണെങ്കിൽ പൂജയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ തയ്യാറായി നിൽക്കുക. ഇനി ഒരിക്കലും ഒരു മനുഷ്യൻ പോലും നിന്റെ മുഖത്തേക്ക് നോക്കില്ലടി, നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഇന്നത്തെ കൊണ്ട് മാറുമെന്നും പറഞ്ഞ് അവൻ അതങ്ങ് എറിയാൻ തുടങ്ങുന്ന സമയത്ത് അപ്പു വന്നിട്ട് നമ്മുടെ പങ്കജിന്റെ കൈക്കിട്ട് ഒരു ചവിട്ട് കൊടുക്കുകയാണ്. അപ്പൊ പങ്കജ് അങ്ങ് മുഞ്ഞും കൊത്തി വീഴാൻ പോകുമ്പോഴത്തേക്കിനും അപ്പു ആണെങ്കിലോ അപ്പു പൂജയോട് പറഞ്ഞു, പൂജ നീ മാറി നിൽക്ക്. അങ്ങനെ അപ്പുവും പങ്കജും കൂടെ നല്ല ഒന്നാം തരം ഒരു സ്റ്റണ്ട് അവിടെ വെച്ച് ഉണ്ടാകുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും, അതുപോലെ പങ്കജിന്റെ കയ്യിൽ കിട്ടിയ ഒരു വടി വെച്ചിട്ട് നമ്മുടെ അപ്പുവിനെ തല്ലാനും ഒക്കെ തുടങ്ങി. ഈ സമയത്താണെങ്കിലോ പൂജയാണെങ്കിൽ ആൾക്കാരോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇവരെയൊക്കെ ഒന്ന് പിടിച്ചു മാറ്റുക എന്ന് പറഞ്ഞതും പെട്ടെന്ന് തന്നെ സുമിത്രയും അതുപോലെ അവിടെ കൂടിയ കുറച്ച് നാട്ടുകാരും ഒക്കെ ചേർന്ന് പങ്കജിനെയും അപ്പുവിനെയും ഒക്കെ പിടിച്ചു മാറ്റി. അപ്പുവാണെങ്കിലോ, എടാ ദേ ഇവളും ഞാനും കൂടെ വളരെ അന്തസ്സായിട്ട് ജീവിക്കും, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്, ഞാനും ഇവളും കൂടെ ജീവിക്കുന്നത് നീ കാണുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പങ്കജാണെങ്കിലോ, നടക്കില്ലടാ, ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും വേണ്ടിയില്ല, ഇവളെ കൊന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവന്റെ വായി വരുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ സുമിത്രയാണെങ്കിൽ പങ്കജിനോട് ചോദിച്ചു, നിനക്ക് എന്താ പങ്കജ വേണ്ടത്? അതെ നിങ്ങൾക്കൊക്കെ ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പങ്കജ് വളരെ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ സുമിത്ര നമ്മുടെ അപ്പൂൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. അപ്പൂനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോടാ? ഇല്ല അപ്പച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, അവനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നും പറഞ്ഞ് സുമിത്ര മക്കളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സുമിത്ര വിളിച്ചത് പ്രകാരം നമ്മുടെ അനിരുദ്ധും പ്രതീഷും കൂടെ സുമിത്രയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പ്രതീഷ് പറഞ്ഞു, അമ്മേ എന്താ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? ഞങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് പ്രതീഷ് ചോദിക്കുകയാണ്. അതെ മോനെ, സത്യം തന്നെയാണ്, ഞാൻ ആ വിവാഹത്തിന് തയ്യാറാണ്. ഇനി നിങ്ങൾ മക്കളായിട്ടൊരു തീരുമാനം എടുത്തത് ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല, പക്ഷേ എനിക്ക് ചില കണ്ടീഷനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനിരുദ്ധും പ്രതീഷും കൂടെ അമ്മയുടെ കണ്ടീഷൻ എന്താണെന്ന് അന്വേഷിച്ച് നിൽക്കുകയാണ്. അപ്പൊ സുമിത്ര പറഞ്ഞു, വരനും വരന്റെ വീട്ടുകാരും ഒന്നും ഇവിടെ വന്ന് എന്റെ പെണ്ണ് കാണാൻ പാടില്ല. അത് മാത്രമല്ല, വിവാഹം വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നടത്തണം. എൻ്റെ മൂന്നാമത്തെ വിവാഹം ആയതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവും. നിങ്ങളുടെ നിർബന്ധപ്രകാരം മാത്രമാണ്. പിന്നെ വിവാഹത്തിൻ്റെ അന്ന് ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് എൻ്റെ പഴയ വസ്ത്രങ്ങൾ തന്നെ ആയിരിക്കും, ഒരാർഭാടവും ഉണ്ടാവില്ല. അതിനൊക്കെ അയാൾ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരൊന്ന് ആലോചിച്ചു കേട്ടോ. അതിനുശേഷം അമ്മ എങ്ങനെയാ അമ്മേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണ്ടേ? നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ കാണാതെ എങ്ങനെയാന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിത്ര പറഞ്ഞു, എനിക്ക് ആരെയും കാണേണ്ട ഒരാവശ്യവും ഇല്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ തന്നെ നടപ്പിലാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ അനിരുദ്ധും പ്രതീഷും കൂടെ ശീതലിനെ വിളിക്കുന്ന സമയത്താണെങ്കിലോ അവളുടെ ഫോൺ സച്ചിൻ്റെ കയ്യിൽ. സച്ചിൻ കോൾ എടുത്തതും, അളിയന്മാരെ പറയ് എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, അതേ ഒരു സന്തോഷ വാർത്തയുണ്ട്, അമ്മ വിവാഹത്തിന് സമ്മതിച്ചു. അപ്പോൾ ശീതളാണെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങ് വന്നു. ശീതളിനാണെങ്കിൽ എന്താ സച്ചിൻ്റെ മുഖത്തെന്താ വല്ലാത്തൊരു സന്തോഷമുണ്ടല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ, എടി അമ്മ വിവാഹത്തിന് സമ്മതിച്ചു, ഞാൻ ഇവളോട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീടാണെങ്കിലോ ശീതളിനോട് സച്ചിൻ അമ്മ വിവാഹത്തിന് തയ്യാറായി, എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഉണ്ട്, അമ്മ 3-4 കണ്ടീഷൻസ് പറഞ്ഞു. അമ്മ വരനെ കാണില്ലെന്നും വരനും വരൻ്റെ കൂട്ടരും ഒന്നും പെണ്ണ് കാണാനായിട്ട് വീട്ടിലേക്ക് വരണ്ട എന്നും ഒക്കെ പറഞ്ഞു. അയ്യോ ഇതൊക്കെ അവർ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, അവന്മാർ മുഹൂർത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി തുടങ്ങുകയാണെന്ന് പറഞ്ഞു. ശീതൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. ഇപ്പം കെട്ടിയോനും നന്നായി, അതുപോലെ തന്നെ തൻ്റെ അമ്മയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുകയാണല്ലോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര അവിടെ നിന്നിങ്ങനെ സംസാരിച്ച സമയത്ത് സരസ്വതി അമ്മ വന്നിട്ട് കുറച്ച് ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ സരസ്വതി ആണെങ്കിലും നമ്മുടെ അനിരുദ്ധിനോടും പ്രതീഷിനോടും ഒക്കെ പറഞ്ഞു, നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ, അവൾ മര്യാദക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് നിനക്കൊന്നും സഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനിരുദ്ധും പ്രതീഷും പറഞ്ഞു, അച്ഛമ്മേ ഞങ്ങളുടെ അമ്മയുടെ ജീവിതം നോക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്, ഞങ്ങളത് നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞു.
അങ്ങനെ ഇവിടെ കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ രഞ്ജിതയെ കാണിക്കുക എന്തോ പോയ ഒരു അണ്ണാനെ പോലെ താടിക്ക് കയ്യും ഒക്കെ കൊടുത്ത് നമ്മുടെ രഞ്ജിത അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ അരവിന്ദൻ ആരോടോ ഫോണിൽ സംസാരിച്ചു. അരവിന്ദനാണെങ്കിൽ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ദേ വേറെ എന്തേലും ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ഇയാളിത് ആരോടെ വർത്താനം പറയണതെന്ന് നോക്കിയിട്ട് രഞ്ജിതയാണെങ്കിൽ അരവിന്ദന്റെ അടുത്ത് ചോദിച്ചു, അരവിന്ദേട്ടാ എന്താ സംഭവം, നിങ്ങൾ എന്താ ഈ പറയുന്നത്? രഞ്ജു, ഒരു സന്തോഷ വാർത്തയുണ്ട്. സുമിത്ര വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു. അവൾ അവളുടെ മക്കളോട് പറഞ്ഞു അവൾക്ക് പുതിയൊരു കല്യാണം വേണമെന്ന്. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? സുമിത്രയ്ക്ക് ഭ്രാന്തായോ? അല്ല, ഇനി ഈ വയസ്സാം കാലത്ത്, അതും കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ സമയത്ത് എന്തിനാ വെറുതെ കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? അവൾക്ക് വേറെ ഒരു പണിയില്ലേന്ന് രഞ്ജിത ചോദിക്കുമ്പോഴത്തേക്കിനും അതെ, അവള് കെട്ടിപ്പോട്ടടി, അത് നല്ല കാര്യമല്ലേ? അല്ല, വരനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയുവാണെങ്കിൽ എൻ്റെ രഞ്ജിതയോട് ഞാൻ പറയും. അതെ, നമുക്ക് അവളുടെ വിവാഹം എന്നാണ് നടക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് അവിടെ പോകണം. അവിടെ പോയിട്ട് അവൾ പ്രതീക്ഷിക്കാത്തൊരു സമ്മാനവും അവൾക്ക് കൊടുക്കണം. അങ്ങനെ രഞ്ജിത എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ കരുതുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുമിത്ര തുണിയൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുമ്പം അനിരുദ്ധും അനന്യയും പൂജയും അതുപോലെ നമ്മുടെ പ്രതീക്ഷയൊക്കെ കൂടി റൂമിലേക്ക് വരികയാണ്. ഇവർ വന്ന പാടെ അല്ല എന്താണ് ഇപ്പം എല്ലാവരും കൂടിയാണല്ലോ ഈ റൂമിലേക്ക് വരുന്നത്, എന്താ കാര്യമൊന്ന് സുമിത്ര ചോദിക്കുമ്പോൾ അതെ അമ്മേ, ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അമ്മയുടെ ഡിമാൻഡുകളൊക്കെ വിശ്വനാഥൻ സാറിനെ അറിയിച്ചു. ഓഹോ, വിശ്വനാഥൻ, അതാണല്ലേ അയാളുടെ പേരെന്ന് സുമിത്ര പ്രതീഷിനോട് ചോദിക്കുമ്പോൾ അതെ അമ്മേ, ദേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചൊന്ന് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം സുമിത്രയാണെങ്കിലോ ഒന്നും ഒരു താല്പര്യമില്ല, പിന്നെ നിങ്ങളുടെ ഇഷ്ടം അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് തന്നെ സമ്മതിച്ചത്. അങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ അനിരുദ്ധാണെങ്കിലോ വിശ്വനാഥന്റെ ഫോട്ടോ എടുത്ത് സുമിത്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, ഒരു കവറ്. ആ കവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ സുമിത്ര പറഞ്ഞു ഈ കവർ ഇവിടെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിപ്പോൾ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരവിടുന്ന് പോവാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ എല്ലാ ഡിമാൻഡുകളും അവർ അംഗീകരിച്ചല്ലോ. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛമ്മ അതിനിടയിൽ കയറുക. എടാ, നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? അവൾ മൂന്നാമതൊരു വിവാഹം കഴിച്ച് കാണാൻ നിനക്കൊക്കെ എന്താണ്? ദേ ഞാൻ പറയുന്നത് കേക്ക് സുമിത്ര, നീ ഇതുപോലെയുള്ള പൊട്ട തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നൊക്കെ സുമിത്രയോട് പറയുമ്പം എനിക്ക് ഒന്നും അമ്മയോട് സംസാരിക്കാനില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൊച്ചുമക്കളുടെ അടുത്ത് സംസാരിക്കുമെന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ പ്രതീഷും അനിരുദ്ധവും ഒക്കെ കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങി വരുന്നത് കാണിക്കുക. അപ്പം അവർ വന്ന പാടെ തന്നെ നമ്മുടെ അനന്യയും പൂജയും കൂടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ അടുത്ത് വന്നിട്ട് അനിയേട്ട എന്തായി പോയ കാര്യങ്ങളൊക്കെ ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ശരിയായി. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ അമ്മയുടെ വിവാഹത്തിൻ്റെ ഡേറ്റ് വരെ കിട്ടി. എന്തായാലും ഓഡിറ്റോറിയവും കാര്യങ്ങളും ചെറിയ രീതിയിലുള്ള സദ്യയും ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തു എന്നും പറഞ്ഞു. വളരെ ഹാപ്പി ആയിട്ട് ഇവരിങ്ങനെ പ്രതീക്ഷ ആണെങ്കിലോ അതെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ബന്ധുക്കാർ കുറച്ച് പേരുണ്ടാവുമല്ലോ, അവരെയൊക്കെ ഒന്ന് വിളിക്കണ്ടേ അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവർ. അപ്പം ഇത് കേൾക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് അത് പ്രതീക്ഷേട്ടാ, അമ്മ ഇപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ വളരെ വിഷമിച്ചാണ്. ഇനി അമ്മയുടെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മാറ്റിക്കളഞ്ഞു എന്നറിഞ്ഞാൽ അത് മതി അമ്മയ്ക്ക് വിഷയം ഉണ്ടാക്കാൻ. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ തകൃതിയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഗംഭീരമായിട്ട് നടക്കുമ്പോഴത്തേക്കിനും അനന്യ പറഞ്ഞു അല്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വർണവും അതുപോലെ തന്നെ വസ്ത്രമൊക്കെ നമ്മൾ എടുക്കണ്ടേ? അമ്മ അതൊന്നും സ്വീകരിച്ചില്ലെങ്കിലും അന്നത്തെ ദിവസം നമ്മൾ അതൊക്കെ കരുതി വെക്കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അത് ശരി തന്നെയാണ്. എന്തായാലും കല്യാണത്തിന് ഡേറ്റ് എടുത്ത കാര്യം അമ്മയുടെ അടുത്തൊന്ന് സംസാരിക്കാം. പറ്റിയാൽ വിശ്വനാഥൻ സാറും അമ്മയും തമ്മിലൊന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കാം. അത് നമുക്ക് അമ്മയുടെ അടുത്ത് തന്നെ പോയി ചോദിക്കാമെന്നും പറഞ്ഞ് ഇവർ നേരെ നമ്മുടെ സുമിത്രയുടെ റൂമിലേക്ക് വരിക. സുമിത്രയാണെങ്കിലോ എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ ആയിട്ട് തലയ്ക്കൊക്കെ കൈ കൊടുത്ത് തലവേദന പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആ സമയത്താണ് ഇവരെല്ലാവരും കൂടെ ചെല്ലുന്നത്. എന്താണ് എല്ലാവരും കൂടി ആണല്ലോ ഇപ്പൊ ഗ്യാങ് ചേർന്നാണല്ലോ വരുന്നത് എന്നൊക്കെ സുമിത്ര ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം അമ്മയോട് ഫോണിലെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആ ഒരു ഡിമാൻഡെങ്കിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുമിത്രയാണെങ്കിലോ ഒരക്ഷരം പോലും മിണ്ടാതെ നമ്മുടെ പ്രതീഷിൻ്റെയും അനിരുദ്ധിൻ്റെയും മുഖത്തേക്ക് രൂക്ഷമായി നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ.